ഈ പ്രോസ്റ്റേറ്റ് ക്യാൻസറിന്റെ കാര്യം പറയുമ്പോൾ ഒരേ സ്റ്റേജ് ഒരേ ഒരു സിറ്റുവേഷനിൽ ഉള്ള രണ്ടുപേർക്ക് രണ്ട് രീതിയിലത്തെ റിക്കവറിയാണ്. ഒരാൾക്ക് റിക്കവറി ബെറ്ററാണ്, മറ്റൊരാൾക്ക് റിക്കവറി മോശമാണ്. പക്ഷെ ബാക്കി കാര്യങ്ങളെല്ലാം സെയിം ആയിട്ട് തോന്നുന്നത് അതെന്തുകൊണ്ടാണ്? ഇതിൻ്റെ കൂടെയുള്ള രോഗങ്ങൾ, അതായത് നമ്മളുടെ ശരീരത്തിൻ്റെ സിറ്റുവേഷൻ, നമ്മളുടെ ശരീരത്തിൽ മറ്റു രോഗങ്ങളൊന്നുമില്ല, ഡയബറ്റീസോ ഹൈപ്പർ ടെൻഷനോ ഹാർട്ട് ഡിസീസോ ഒന്നുമില്ല, ഒബേസിറ്റിയോ ഒന്നും ഇല്ലാത്ത ഒരാൾക്ക് വരികയാണെങ്കിൽ അത് മിക്കവാറും മൈൽഡർ ഫോം ആയിരിക്കും. അത് മിക്കവാറും നമ്മൾ അത്രയും ഈ അസുഖങ്ങളൊന്നും ഇല്ലാത്ത ആൾ കുറച്ചും കൂടെ ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ള ആളായിരിക്കും. ആൾ നന്നായിട്ട് നോക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ നേരത്തെ കണ്ടുപിടിക്കാനുള്ള സാധ്യതയുണ്ട്. പിന്നെ മൈൽഡർ ഗ്രേഡ് ആയിരിക്കും. അതേസമയത്ത് സെയിം ഗ്രേഡും ഇത് സ്റ്റേജ് 1 ആയിരിക്കും, ഗ്രേഡ് 1 ഉള്ളെങ്കിൽ പോലും ആ മറ്റേ ഒരാൾക്ക് ഇതൊന്നും ഇല്ല, ഈ കൂടെയുള്ള മറ്റ് ജീവിതശൈലി രോഗങ്ങളൊന്നും ഇല്ലെങ്കിൽ അവര് പെട്ടെന്ന് ഈവൻ ട്രീറ്റ്മെന്റിനോടാണേലും ഈവൻ ഗ്രേഡ് 1 ഒക്കെ ശരിക്കും പറഞ്ഞാൽ ലൈഫ് സ്റ്റൈൽ കറക്ഷൻ കൊണ്ട് തന്നെ നമുക്ക് PSAയും പ്രോസ്റ്റേറ്റ് സൈസും ഒക്കെ കുറഞ്ഞു വരുന്നത് കാണാറുണ്ട്. പക്ഷേ ഈ സെയിം പേഷ്യന്റ് തന്നെ നമ്മൾ മോർ അഗ്രസീവ് ട്രീറ്റ്മെന്റ് എടുത്താൽ പോലും ഡയബറ്റീസും ഹൈപ്പർ ടെൻഷനും ഒക്കെ ഉള്ള ആളാണെങ്കിൽ അദ്ദേഹത്തിന്റെ ഇതിൽ സ്പ്രെഡിനും കൂടുതൽ ഫാസ്റ്ററായിട്ട് ഗ്രോ ചെയ്യാനും സ്പ്രെഡ് ചെയ്യാനും ഒക്കെ ഉള്ള സാധ്യത കൂടുതലായിരിക്കും. പിന്നെ ഇവർക്ക് മറ്റുള്ള അസുഖങ്ങളും കൂടി ഉള്ളപ്പം ടോളറേറ്റ് ചെയ്യാൻ ട്രീറ്റ്മെന്റ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ സർജറി, റേഡിയേഷൻ, ഹോർമോണൽ തെറാപ്പി, കീമോതെറാപ്പി ഇതൊക്കെയാണല്ലോ വരുന്നത്. ഇതൊക്കെ ടോളറേറ്റ് ചെയ്യാനും അവർക്ക് കുറച്ചും കൂടി ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അത് മാത്രമല്ല, നമ്മുടെ ബോഡി ഫൈനലി നമ്മുടെ ബോഡി വേണം ഹീൽ ചെയ്യാൻ. അപ്പോൾ ബോഡിയുടെ ഹീലിംഗ് പവറും ഇമ്മ്യൂണിറ്റിയും കുറവായിരിക്കും. അപ്പം ഗ്രേഡും സ്റ്റേജും മാത്രമല്ല, ഈ പേഴ്സന്റെ ഇമ്മ്യൂണിറ്റി സ്റ്റേജ്, ബോഡിയുടെ കപ്പാസിറ്റി, ഫാറ്റ് ലെവല്, മസിൽ കൂടുതലുണ്ടെങ്കിൽ നമുക്ക് മോർ റെസ്പോൺസ്, ബെറ്റർ ട്രീറ്റ്മെന്റ് റെസ്പോൺസ് കിട്ടും. ഫാറ്റ് കൂടുതലാണെങ്കിൽ നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ ഓവർ വെയിറ്റ് ഉള്ളവർക്ക്, പിന്നെ അതുപോലെ ഉറക്കക്കുറവ്, സ്ട്രെസ് ലെവൽ ഒത്തിരി കൂടുതലുള്ളവർക്കും ഡെഫിനറ്റ്ലി ട്രീറ്റ്മെന്റിനോട് റെസ്പോൺസും കുറവായിരിക്കും. അപ്പം മൾട്ടിപ്പിൾ ഫാക്ടേഴ്സ്. അപ്പം ബോഡിയുടെ സിറ്റുവേഷനും നമ്മളുടെ ജീവിതശൈലിയാണ് ഇതിനകത്ത് ട്രീറ്റ്മെന്റിനോടുള്ള റെസ്പോൺസിനും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരും. കൂടുതൽ അറിയാൻ ലിങ്ക് ക്ലിക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക.